കൊൽക്കത്തയിൽ 4 ദിവസം തലങ്ങും വിലങ്ങും സഞ്ചരിച്ച ഞാൻ 5-ാം ദിവസം ഉദയ്പൂരിലേക്കാണ് യാത്ര. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 1:30ക്കാണ് ഫ്ലൈറ്റ്. 6:30 ഉദയ്പൂരിലെത്തും. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ വരച്ചു വെച്ച കൊൽക്കത്തയും യാഥാർത്ഥ്യവും തമ്മിൽ ഏറെ അന്തരമുണ്ട്. ഓൾഡ് സിറ്റിക്ക് പകിട്ടും ഭംഗിയും കുറവാണ്. ഇടുങ്ങിയ തെരുവുകൾ, പൊട്ടിപ്പൊളിഞ്ഞ തെരുവോരങ്ങൾ, ഭക്ഷണശാലകൾ പലതും വൃത്തിഹീനങ്ങളാണ്. ഹൗറ പട്ടണത്തിലെ ഒരു ചെറു ഹോട്ടലിൽ നിന്ന് ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിരുന്നു. ഹൂഗ്ലി നദിയുടെ കരയിലാണ് ഈ ഹോട്ടൽ. ഭക്ഷണം കഴിഞ്ഞ് നദിക്കരയിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഹൂഗ്ലി നദിയിലെ വൃത്തിഹീനമായ ആ സാഹചര്യത്തിൽ നിന്നാണ് ഹോട്ടലിലേക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത്. ഈ വെള്ളം തന്നെയാണോ പാചകത്തിന് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല. ഏതായാലും ഞാൻ മുഖം കഴുകിയ വെള്ളം അത് തന്നെയാണെന്ന് ഉറപ്പ്. കൊൽക്കത്തയുടെ ന്യൂ ടൗൺ നല്ല പ്ലാൻഡ് സിറ്റിയാണ്. വീതിയേറിയ റോഡുകളും ഭംഗിയും വെടിപ്പുമുള്ള കെട്ടിടങ്ങളും. പുതിയതായി നല്ല നല്ല ലോഡ്ജുകൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. കണ്ട കാഴ്ചകളിൽ ഹൗറ ബ്രിഡ്ജ് അതിഗംഭീരമെന്നു തന്നെ പറയണം. വിക്ടോറിയ ടെർമിനൽ താജ്മഹലിനോട് കിടപിടിക്കുന്നതാണ്. ഇന്ത്യൻ ഹിസ്റ്ററി മ്യൂസിയം വിസ്തരിച്ച് കാണണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും വേണം. സയൻസ് സിറ്റി നല്ലൊരു അനുഭവമായിരുന്നു. കാളിമാതാ ക്ഷേത്രവും ബേലൂർ മഠവും തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. കൊൽക്കത്ത പട്ടണത്തിലേക്ക് ആദ്യമായിട്ടാണ് എൻ്റെ വരവ്. എങ്കിലും ആശങ്കകൾ ഏതുമില്ലാതെ രാത്രിയും പകലും ഞാൻ സധൈര്യം സഞ്ചരിച്ചു. 6:30 ഫ്ലൈറ്റ് ഉദയ്പൂരിലെത്തുക. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരിക്കും. ഈ യാത്രയിൽ എവിടെയും റൂം അഡ്വാൻസായി ബുക്ക് ചെയ്തിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം തീരുമാനിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കാണുന്നതിനായി 8 ദിവസമാണ് ഞാൻ നീക്കിവെച്ചിട്ടുള്ളത്. ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമീർ, ജയ്പൂർ എന്നിവയാണ് എൻ്റെ ലിസ്റ്റിൽപ്പെട്ട പട്ടണങ്ങൾ. എയർപോർട്ടിൽ നിന്ന് പുറത്തു കടന്ന് ഞാൻ ടൗണിലേക്ക് വരാതെ അവിടെ തന്നെയാണ് താമസിച്ചത്. ബ്ലൂ ചിപ്പ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. എയർപോർട്ടിന് സമീപത്ത് ആയതിനാലാവണം അവരെന്നിൽ നിന്ന് നല്ല റേറ്റാണ് ഈടാക്കിയത്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറോളം സഞ്ചരിച്ചാണ് ഞാൻ ഉദയ്പൂർ പട്ടണത്തിലെത്തിയത്. അവിടെ ഉദയ് പാലസ് എന്ന ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. വാടക അഫോർഡബിൾ ആണ്. ഉദയ്പൂരിലെ ആദ്യ കാഴ്ച ജഗദീഷ് മന്ദിറാണ്. ഉദയ്പൂർ പട്ടണത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ജഗദീഷ് മന്ദിർ. ശ്രീകൃഷ്ണനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ശില്പവേല കൊണ്ടും കൊത്തുപണി കൊണ്ടും കാണികളെ അമ്പരപ്പിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. നിർമ്മാണം ആരംഭിച്ചത് 1627 25 വർഷങ്ങൾക്ക് ശേഷം 1652 പ്രവൃത്തി പൂർത്തീകരിച്ചത്. പഴയ ഉദയ്പൂർ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണിത്. ഒരു അധിനിവേശത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത മേവാർ സാമ്രാജ്യത്തിന്റെ അഭിമാന സ്തംഭം. മേവാട് സാമ്രാജ്യത്തിലെ മഹാരാജാവായിരുന്ന ജഗത് സിംഗ് ഒന്നാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. പുരി ജഗന്നാഥൻ അദ്ദേഹത്തിന് സ്വപ്നദർശനം നൽകി ഇവിടെയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. തറനിരപ്പ് കൊട്ടാരത്തിനോളം ഉയർത്തിയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും ഒഴിവാക്കാതെയാണ് ഗോപുരത്തിൽ ശില്പങ്ങളും കൊത്തുപണികളും ചെയ്തിരിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. മറ്റുള്ള മുഴുവൻ ചിന്തകളിൽ നിന്നും മുക്തി നേടിയ മനസ്സുമായിട്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ശുദ്ധിയുള്ള മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഏത് പ്രാർത്ഥനയും ഫലിക്കുമെന്നാണ് വിശ്വാസം. ഹാർമോണിയവും പെരുമ്പറയും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു ഭജന കേൾക്കാമെന്നായിരുന്നു എൻ്റെ വിചാരം. എന്നാൽ ഈ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.